കരിമണൽ കമ്പനിയായ CMRL ഇല്ലാത്ത സേവനത്തിന് പണം നൽകി എന്നുള്ള ആ ഒരു കുറ്റവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ ജോർജിന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസിൽ നെതിരെ കേസ് ഫയൽ ചെയ്തിരുന്നു. ആദ്യത്തെ കുറ്റപത്രം ഫയൽ ചെയ്തിരുന്നു ഇന്നലെ. പക്ഷെ ഇപ്പോൾ വീണ്ടും രണ്ടാമതൊരു കുറ്റപത്രം കൂടി സമർപ്പിക്കുകയാണ്. കാരണം നമുക്കറിയാം CMRLന്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പക്കൽ നിന്നും വായ്പയായി കൈപ്പറ്റിയ പണം തിരിച്ചടയ്ക്കാതെ എക്സാലോജിക് കമ്പനി അടച്ചുപൂട്ടി എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടാമത്തെ ഒരു കുറ്റപത്രം കൂടി SFIO നൽകുന്നത്. അപ്പം ആദ്യത്തെ കുറ്റപത്രത്തില് വീണ ജോർജ് ഒരു കൂട്ടുപ്രതി എന്നുള്ള രീതിയിലാണ് ആദ്യത്തെ കുറ്റപത്രത്തിൽ സമർപ്പിച്ചിരിക്കുന്നതെങ്കിലും രണ്ടാമത്തതില് ഈ സഹോദര സ്ഥാപനത്തിൽ നിന്നും വായ്പയായി എടുത്ത തുക അത് തിരിച്ചടയ്ക്കാതെ ഈ ഒരു കമ്പനി പൂട്ടി എന്നുള്ള രീതിയിലാണ് രണ്ടാമത്തെ കുറ്റപത്രം സമർപ്പിക്കുന്നത്. CMRL നിരവധി ഇടപാടുകളാണ് ഈ ഒരു കമ്പനി നടത്തിയിരിക്കുന്നത്. അതില് നിരവധി ഇപ്പോൾ വീണ ജോർജിന്റെ ഈ ഒരു കമ്പനി മാത്രമല്ല, ഇത്തരത്തിലുള്ള മറ്റു കമ്പനികളും മറ്റു ഉടമസ്ഥ സ്ഥാപനങ്ങളും മറ്റു രാഷ്ട്രീയ പാർട്ടികളും മത പാർട്ടികളും ഒക്കെ നിരവധി സംഘടനകൾക്കും നിരവധി പ്രവർത്തനങ്ങൾക്കും ഒക്കെ CMRL ഇത്തരത്തിൽ ഇടപാടുകൾ നടത്തി എന്നുള്ളതാണ് വിവരം കിട്ടിയിരിക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഇതിൽ ഉള്ളതാണ് ഇതിലെ ഒരു പ്രധാന പരാമർശം. അത്തരത്തിലാണ് ഈ ഒരു കേസ് വലിയ രീതിയിൽ ഇത്രയും വിവാദമാകാനും ഇത്രയും ഒരു പ്രശ്നത്തിലേക്ക് നയിക്കാനും സംഗതിയായത്. നമുക്ക് തന്നെ അറിയാം, ഈ ഇടയ്ക്ക് CMRLനെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ വിജിലൻസ് അന്വേഷണം അത് റദ്ദ് ചെയ്യും, അത് മുൻപോട്ട് കോടതി ഏറ്റെടുക്കുകയും ചെയ്ത് സ്റ്റേ ആണ് ചെയ്തിരുന്നത്. പക്ഷെ SFIOയുടെ ഈ അന്വേഷണം പൂർണ്ണമായും മുൻപോട്ട് പോവുകയാണ് ചെയ്തിരുന്നത്. കാരണം വിജിലൻസ് അന്വേഷണം സ്വാഭാവികമായിട്ടും അഴിമതി നടക്കുന്നുണ്ടോ അറിയാനാണ് ഈ ഒരു വിജിലൻസ് അന്വേഷണം വരുന്നത്. ഏതായാലും വിജിലൻസ് അന്വേഷണം വന്നാൽ തന്നെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് മൊത്തം നമ്മുടെ കേരള മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ കീഴിലും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലുമാണ് ഒരു വിജിലൻസ് അന്വേഷണം വരുന്നത്. അപ്പൊ എന്ത് തന്നെയായാലും അന്വേഷണം വന്നാൽ തന്നെ അത് എത്രമാത്രം സുതാര്യമായിരിക്കും അല്ലെങ്കിൽ എത്രമാത്രം അത് മുൻപോട്ട് പോകും എന്നുള്ളത് അറിയില്ല. എന്തായാലും ഇപ്പൊ SFIO ഒരു കോർപ്പറേറ്റ് സാമ്പത്തിക വഞ്ചന അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് കണ്ടെത്താൻ SFIO ഉള്ളത്. SFIO എന്ന് പറയുന്ന ആ ഒരു ഇതുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ SFIO ആണ് ഇപ്പോൾ കോടതിയുടെ മുമ്പിൽ ഈ ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നത്. CMRL ഏകദേശം 182 കോടി രൂപയുടെ ഒരു തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്, അല്ലെ അഴിമതിയാണ് ഇതിൽ ഉള്ളത് എന്നുള്ളതാണ് പരാമർശിക്കേണ്ടത്. KSIDCയുടെ ഏകദേശം 13.4% ഷെയർ ആണ് CMRL ഉള്ളത്. അപ്പൊ അത്തരത്തിൽ ഒരാൾക്ക് 3 ഷെയർ ആണ് ഉള്ളതെങ്കിൽ 182 കോടി രൂപയുടെ ഒരു അഴിമതി ഉണ്ടെങ്കിൽ ഏകദേശം 25 കോടി രൂപ ഓരോ വ്യക്തി ഈ ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ഉടമകൾക്ക് നഷ്ടമായിരിക്കും വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ KSIDC ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ KSIDCയുടെ ഇതുവഴി, അല്ലെങ്കിൽ KSIDC എന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമാണ്. ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വഴി അല്ലെ ഈ ഒരു എക്സാലോജിക് സൊല്യൂഷൻസ് വഴി CMRL ക്യാഷ് ഇടപാട് നടത്തി എന്നുള്ളതാണ് വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇതിലേക്ക് വരുന്നത്. എന്തായാലും മുൻപോട്ട് പോവുകയാണ് SFIO. രണ്ടാമത്തെ കുറ്റപത്രം കൂടി സമർപ്പിക്കുമ്പോൾ ഇത് വീണയ്ക്ക് കൂടുതൽ കുരുക്കിലേക്കാണോ നയിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. 2.70 കോടി രൂപയുടെ സാമ്പത്തിക കുറ്റാരോപണമാണ് വീണയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടവർക്ക് കോടതി ഇനി സമൻസ് അയക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. 6 മാസം മുതൽ 10 വർഷം വരെയാണ് ഇതിന്റെ തടവ് വരുന്നത്, ഇതിന്റെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്. സാമ്പത്തിക വഞ്ചന, തെറ്റായ വിവരങ്ങൾ സമർപ്പിക്കുക തുടങ്ങിയാണ് ഈ ഒരു വിഷയവുമായിട്ട് ഈ കമ്പനിക്കാരുമായി ബന്ധപ്പെട്ട ഈ ഒരു 5 കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്നത്. ഏകദേശം 10 വർഷം വരെ തടവ് ശിക്ഷ വരാൻ സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം CMRL പോലുള്ള കമ്പനി, കാരണം ഇത് KMMLന്റെ കീഴിലുള്ള KMML തുടങ്ങിയ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ആ ഒരു കമ്പനിയുടെ റോ മെറ്റീരിയൽസ് എടുത്ത്
CMRL കൊടുക്കുകയും ഇത് വിതരണക്കാരാണ് CMRL. പക്ഷേ CMRL ഇത് പലവിധ കാര്യങ്ങളിലേക്ക്, പലവിധ അഴിമതി കാര്യങ്ങളിലേക്കാണ് CMRL ഈ കമ്പനി മുമ്പോട്ട് പോകുന്നത്. അതിൽ ഈ ഒരു എക്സാലോജി സൊല്യൂഷൻസ് എന്ന് താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ് അത്. അന്നൊക്കെ ഈ ഒരു സെർച്ച് ചെയ്യുമ്പോൾ, ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലാണ് അതൊക്കെ ഡിലീറ്റഡ് ആയി പോവുകയും അതിൽ നിന്ന് പോകുന്നത്. പക്ഷെ കൃത്യമായ തെളിവുകളും കാര്യങ്ങളും എല്ലാം അത് കൊടുക്കേണ്ടത് SFI ഉൾപ്പെടെയുള്ളവരുടെ കയ്യിലുണ്ട്. അത് കൃത്യമായ തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കമ്പനി ഇല്ല എന്നുള്ള പരാമർശം വരെ നടത്തിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമസഭയിൽ ഇതൊരു കുറ്റം ആരോപിച്ചപ്പോൾ, പ്രതിപക്ഷം ആരോപിച്ചപ്പോൾ തന്നെ പറഞ്ഞത്, സാധുവായ എന്റെ മകളെ എന്തിനാണ് ഇതിലേക്ക് വലിച്ചിടുന്നത്, ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്, ആവശ്യമില്ല എന്റെ ഭാര്യയും മകളെ എന്തിനാണ് ഇതിലേക്ക് വലിച്ചിടുന്നത്, ഞങ്ങൾക്ക് ഇതിനെ പറ്റി അറിയില്ല, ഇൻകം ടാക്സ് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്, ഇൻകം ടാക്സിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൊടുക്കേണ്ടുന്ന പിഴ തുകകൾ അല്ലെങ്കിൽ കൊടുക്കേണ്ടുന്ന ടാക്സ് കൊടുക്കേണ്ടുന്ന എല്ലാം കൊടുത്തിട്ടുണ്ട്, ഇതിൽ യാതൊരു ഇതുമില്ല, എല്ലാം സുതാര്യമാണ്, ഞങ്ങൾക്ക് അതിനെ പറ്റി അറിയില്ല എന്നൊക്കെ കൈയൊഴുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ നിലവിൽ ഈ സമയം വരെ മുഖ്യമന്ത്രി ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല, മൗനമായിട്ടാണ് ഇരിക്കുന്നത്. വിജിലൻസ് അന്വേഷണം നിർത്തലാക്കി എന്നറിഞ്ഞപ്പോൾ പാർട്ടി നേതാക്കളൊക്കെ ഭയങ്കരമായിട്ട് ഘോരഘോരമായിട്ട് എന്താ സന്തോഷ പ്രകടനമൊക്കെ കണ്ടിരുന്നു. കാരണം ആ കേസ് ഇല്ലാതായി എന്നുള്ള രീതിയിലാണ്. ആ സമയത്താണ് SFI വീണ്ടും ഈ ഒരു അന്വേഷണം കുറ്റപത്രം സമർപ്പിക്കുന്നത്. ഇന്ന് വീണ്ടും രണ്ടാമതൊരു കുറ്റപത്രം. കാരണം ഈ ഒരു സഹോദര സ്ഥാപനത്തിൽ നിന്നും വായ്പയായി എടുത്ത തുക തിരിച്ചടയ്ക്കാതെയാണ് ഈ കമ്പനി പൂട്ടിക്കെട്ടിയത്. ശരിക്കും ഈ ഒരു കമ്പനിയുമായിട്ട് യാതൊരു സേവന CMRL നടത്തിയിട്ടില്ല. ഈ തുകകൾ കൈമാറാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയേഷൻ മാത്രമാണ് ഈ ഒരു എക്സാലോജിക് സൊല്യൂഷൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ നിർമ്മിച്ച ഈ ഒരു കമ്പനി. ഒരു താൽക്കാലിക കമ്പനി എന്ന് തന്നെ പറയാം. പണം ഇടപാടുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള കമ്പനി. CMRL ഇത്തരത്തിലുള്ള നിരവധി സ്ഥാപനങ്ങൾക്കും നിരവധി പേർക്കും ഇത്തരത്തിൽ പണം ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഏതൊക്കെ തരത്തിൽ എങ്ങനെയൊക്കെയുള്ള പണം ഇടപാടുകളാണെന്നുള്ളത് ഇപ്പോൾ അതിന്റെ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ടുകൾ തിരിച്ചങ്ങോട്ടും ബ്ലാക്ക് മണി വൈറ്റ് ആക്കാനും ഒക്കെ നിരവധി ഇടപാടുകൾ ഇതിലൂടെ പോയിട്ടുണ്ട്. അപ്പം അതിന്റെ അന്വേഷണങ്ങളും കാര്യങ്ങളും മുമ്പോട്ട് തന്നെ പോവുകയാണ് ചെയ്യുന്നത്. 6 മാസത്തിനകത്ത്, അതായത് ഇപ്പോൾ സമൻസ് അയക്കും, ആ സമൻസ് അയച്ചതിന് ശേഷം വീണ്ടും അത് കോടതിയിലേക്ക് ചർച്ച ചെയ്യും, കോടതിയിലേക്ക് വിളിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇതിനിടയ്ക്ക് വീണ്ടും ഇന്നലെ പാർട്ടി കോൺഗ്രസിൽ ഈ ഒരു, കാരണം പിണറായി ഒരു ബ്രാൻഡ് മോഡൽ എന്നുള്ള രീതി, CPM-ന്റെ ഒരു ബ്രാൻഡ് മോഡൽ എന്നുള്ള രീതിയിലാണ് പാർട്ടി കോൺഗ്രസ് ഇന്നലെ പ്രഖ്യാപിക്കാനൊക്കെ ഇരുന്നത്. പക്ഷെ അത്തരത്തിലാണ് പെട്ടെന്ന് ഒരു ഇടിത്തി വീണതുപോലെ മകൾക്കെതിരെ, വീണയ്ക്കെതിരെ ഇത്തരത്തിലൊരു കേസ് വന്നതും അത് പിണറായി സർക്കാരിനെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ CPM-നെ തന്നെ വലിയൊരു അടിയാണ് ഉണ്ടാക്കിയത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി PB അംഗവുമായ പിണറായി വിജയന്റെ മകളെ SFI മാസ്പടി കേസിൽ പ്രതിയാക്കിയതോടെ 24 പാർട്ടി കോൺഗ്രസിലെ പ്രതിനിധി ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലായി, ആശയക്കുഴപ്പത്തിലായി എന്നൊക്കെയുള്ള വാർത്തകളാണ് മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും PB അംഗങ്ങളും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അടക്കം മുഖ്യമന്ത്രിക്കും മകൾക്കും ഇപ്പോൾ രാഷ്ട്രീയ കവചം തീർക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം കേരളത്തിലെ CPM പാർട്ടി അവരോടൊപ്പം ഉണ്ട് എന്നുള്ള. പക്ഷെ അതേസമയം പാർട്ടി കോൺഗ്രസ് മുഖ്യമന്ത്രിയെ CPM-ന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് പ്രഖ്യാപിക്കാം എന്നുള്ള രീതിയിൽ ഇരുന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നത്. അത് അവർക്ക് ഒരു ആശയക്കുഴപ്പത്തിലേക്ക് എത്തി. എത്രമാത്രം പാർട്ടി ഇടപെടും എന്നുള്ളത് നമുക്ക് കണ്ടറിയാനിരിക്കുന്നു. കാരണം വലിയൊരു പ്രതിഷേധത്തിലേക്കും വലിയൊരു തർക്കത്തിലേക്കും ഒക്കെ ഇത് വഴിതിരിഞ്ഞ് വിടാൻ സാധ്യതയുണ്ട്. പലരും ഇത്തരത്തിൽ പറയുന്നുണ്ട്, മകളല്ലല്ലോ മുഖ്യമന്ത്രി. കാരണം മകൾ വരുമ്പോൾ മകളുടെ ഭർത്താവ് വരും, അച്ഛൻ വരും. അപ്പൊ ഇത്തരത്തിൽ ആ ഒരു കുടുംബം മുഴുവൻ ഇതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം മകളുടെ കമ്പനി എത്തരത്തിലാണ് പ്രവർത്തനം നടത്തുന്നത് അല്ലെ എങ്ങനെയാണെന്ന് മുഖ്യമന്ത്രി ആയിരിക്കുന്ന അദ്ദേഹം അത് അറിയേണ്ടതുണ്ട്. കാരണം മുഖ്യമന്ത്രി പദവി എന്ന് പറയുന്നത് സാധാരണ ഒരു പദവിയല്ല. ഒരു സംസ്ഥാനത്തെ നിയന്ത്രിക്കുന്ന അല്ലെ സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ മൊത്തത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു പദവി തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് അറിയേണ്ടതുണ്ട് മകൾ എന്ത് പ്രവർത്തനമാണ് ചെയ്യേണ്ടുന്നത് അല്ലെങ്കിൽ മരുമകൻ എന്ത് പ്രവർത്തനമാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അത്തരത്തിൽ ഒരു പാകപ്പിഴ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി തന്നെ അത് ഇടപെടുകയും അത് എന്താന്നുള്ളത് കാര്യങ്ങൾ ചെയ്യേണ്ടതുമാണ്. ഇത്തരത്തിൽ മരുമകനും ഇതിൽ പങ്കുണ്ടോ എന്നുള്ളത് വീണ്ടും സംശയത്തിലേക്ക് വഴിതിരിച്ചു വിടും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു തുടരന്വേഷണം വലിയ തോതിൽ വിമർശനങ്ങൾക്ക് ഇടവരാൻ സാധ്യതയുണ്ട്. ഏതായാലും രണ്ടാമത് ഈ ഒരു കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ വീണ വിജയൻ കൂടുതൽ കുരുക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.